ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കിച്ചണിൽ എനിക്കുള്ള വർക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മിലു എണീറ്റ് വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ആക്ച്വലി രാവിലെ എൻ്റെ ഹസ്ബൻഡ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പോയി. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി ഞാനും മിലുവും ആയിട്ടുള്ള ടൈം എങ്ങനെ കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ വേഗം റെഡി ആയിട്ടോ, മുടിയൊക്കെ കെട്ടി ലിപ്സ്റ്റിക്കല്ല ലിപ് ബാമൊക്കെ ഇട്ട്. മിലുവിൻ്റെ വിചാരം ഞങ്ങൾ പാർക്കിൽ പോയി വെച്ചാൽ അവൻ വേഗം കട്ടിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടാ. അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലോട്ട് കിടക്കാം. കിച്ചണിൽ പോയി നോക്കിയപ്പോൾ തന്നെ വെള്ളം തീർന്നിരിക്കുന്നു. ഇത് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുഴുങ്ങിയ മുട്ടയാണ്. അതാണല്ലോ നമുക്ക് പെട്ടെന്ന് സെറ്റാക്കാൻ പറ്റിയത്, പിന്നെ ഹൈ പ്രോട്ടീനുമാണ്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടയും പിന്നെ ഞാൻ മറ്റേ സേമിയ ഉപ്മാവായിരുന്നു ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ മിലു എണീറ്റ് വന്നിട്ടാണ് അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഇവൻ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കും. എനിക്ക് ഇടയ്ക്ക് പേടിയാവും കേട്ടോ, അവൻ തൊട്ട ബാക്കിൽ കിച്ചണിൽ വന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ ഞാനൊരു സ്റ്റൂളൊക്കെ അവിടെ ഇട്ട് കൊടുത്തിട്ട് ഡോറിൻ്റെ അവിടെ പോയി ഇരുത്തും. അങ്ങനെ വെള്ളം തീർന്നത് ഞാൻ അവൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. കാരണം ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാൻ ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എത്ര ടി വി വെച്ച് കൊടുക്കുക, നമ്മൾ കുറച്ചൊക്കെ ടി വി വെച്ച് കൊടുക്കുമല്ലോ, പക്ഷെ അതൊന്നും അവനെ ഒട്ടും താല്പര്യമില്ല. അവൻ എൻ്റെ കൂടെ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കണം. ഞാൻ എന്താ പണി ചെയ്യുന്ന അതിൽ അവനെയും കൂട്ടണം എന്നുള്ള ആ ഒരു താല്പര്യം, അങ്ങനത്തെ ഒരു കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ ആ കാലി ബോട്ടിൽ അവിടെ വെച്ചിട്ട് എന്നെ ഈ ബോട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. നമ്മൾ അവനെ എന്തോ വലിയ പണി ചെയ്യുകയാണെന്നുള്ളൊരു അപ്രിസിയേഷൻ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും അവനെയും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ അവനെ ഞാൻ എൻഗേജ് ആക്കി വെക്കും. അല്ലാണ്ട് കുട്ടിയല്ലേ ഒന്നും ചെയ്യേണ്ട വിചാരിച്ചിട്ട് അവിടെ അങ്ങനെ നിർത്തൂല. അവനെ കൊണ്ട് പറ്റുന്ന ചെറിയ പണിയല്ല, അവനെ എൻഗേജ് ചെയ്യാനുള്ള ചെറിയ ചെറിയ പണി കൊടുക്കും. ഇപ്പോൾ അടപ്പ് തുറക്കുക, അടപ്പിടുക, അങ്ങനത്തെ ഒക്കെ. പിന്നെ ഞാൻ ഇന്ന് അവന് ഓട്സാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഓട്സ് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഓട്സും പഴവും കൂടിയിട്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല, അവന് ഇഷ്ടമാവുമോ ഒന്നും അറിയില്ല. എന്തായാലും ഉണ്ടാക്കി നോക്കാം. പിന്നെ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഞാൻ അതിൽ കുറച്ച് ബട്ടറൊക്കെ ചേർത്തു കേട്ടോ. അങ്ങനെ മിലുവിനെ കുറച്ച് ബോറൊക്കെ അടിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ അവനെ കിച്ചണിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയണം. എന്താണ് ഗുഡ്? ഇതെന്താ? ഇതെന്താ പറയാ? ഉള്ളി പറയാറില്ല, പക്ഷെ പൊട്ടേറ്റോ എന്ന് പറയാറ്. എന്താണ്? അതാണ് മിലു. ഇതാണ് കേട്ടോ അവനെ ഇവിടെ വന്നിട്ട് ഞാൻ അധികം ടോയ്സ് വാങ്ങിക്കൊടുക്കാത്ത കാരണം എനിക്ക് അതിലേറെ ഇമ്പ്രൂവ്മെൻറ്റ് എൻ്റെ കൂടെ കൊണ്ടുനടക്കുമ്പോഴാണ് അവന് തോന്നിയിട്ടുള്ളത്, സംസാരിക്കാനായാലും കളിക്കാനായാലും ഒക്കെ. അങ്ങനെ പിന്നെ ഞാൻ രാവിലെ ബോയിൽ ചെയ്ത മുട്ടയൊക്കെ ഓരോന്ന് കഴിച്ചു. അവനതൊന്നും വേണ്ട, അവന് ഞാൻ എപ്പോഴും ഫുഡ് തീറ്റിക്കാറാണ് പതിവ്. എന്നിട്ട് പിന്നെ ഞാൻ പുറത്ത്, അതായത് കിച്ചൻ്റെ കുറച്ച് സ്പേസ് പുറത്തുണ്ടാവണം, ഞാൻ വാഷിംഗ് മെഷീനും പിന്നെ തുണിയിടുന്ന സ്റ്റാൻഡും അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ മിലുവിനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ മിക്സി അവനെ പേടിയാണ്. അപ്പോൾ മിക്സിൻ്റെ സൗണ്ട്, അപ്പം ഞാൻ പഴവും ഓട്സും കൂടിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് കൊടുക്കുക ചെയ്യുന്നത്. അത് പേടിച്ചിട്ടാണ് അവൻ എന്നെ ഹഗ് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പോഴും അവന് സോളിഡ് എക്സാക്റ്റ് അങ്ങനെ കൊടുത്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. സോളിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറും കറിയൊക്കെ ഇങ്ങനെ അരയ്ക്കാണ്ട് കൊടുത്ത് തുടങ്ങിയിട്ടില്ല. ഞാനിപ്പോഴും പേസ്റ്റ് ആക്കിയിട്ടും ചതച്ചിട്ടൊക്കെയാണ് കൊടുക്കാറ്. അവനിപ്പോൾ ഒരു 2 വയസ്സാവാനായി, പക്ഷേ നല്ലോണം കഴിക്കാനായിട്ടില്ല. ഒന്നാമത് അവന് ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ അധികവും ഞാനിങ്ങനെ ഫോഴ്സായിട്ട് തീറ്റിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അതുകൊണ്ടുള്ളൊരു നെഗറ്റീവാണ് തോന്നുന്നു. എനിക്ക് ഫുഡ് കഴിപ്പിക്കുമ്പോഴുള്ളൊരു പേഷ്യൻസ് വളരെ കുറവാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഫുഡ് വയറ്റിലെത്തിക്കാനേ നോക്കുള്ളൂ ഞാൻ. അതിനി പതുക്കെ അവൻ്റെ ശീലം റെഡിയാക്കി വരണം. അങ്ങനെ ഞാനിത് ഫോണിൽ എല്ലാവരും കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കൊടുത്തതാണ്. എങ്ങനെയൊക്കെ ആൾ ഫുഡ് കഴിച്ച് തീർക്കും കേട്ടോ. കരഞ്ഞിട്ടായാലും ചിരിച്ചിട്ടായാലും ഒക്കെ ഞാനത് ഫുള്ള് അവനെ കൊണ്ട് കുടിപ്പിക്കും. പിന്നെ ഈ ഒരു ടോയ് ഉണ്ടല്ലോ, ഇത് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നല്ല യൂസ്ഫുള്ളാണ്. പോപ്പപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഇവരുടെ നല്ല ഗ്രോത്തിനൊക്കെ നല്ലതാണ്. പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ ഇന്ന് സേമിയ ഉപ്മാവായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞ് 2 hour വ്ളോഗ്. അതായത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വരെയുള്ള ടൈമിംഗ്. അപ്പോൾ ഓക്കെ, ബൈ.